അറിയാൻ എവിടെ പോണം നമ്മള്? ആരാ ബോട്ട് ഓടിക്കല്? നമ്മ രണ്ടുപേരും കൂടി അങ്ങനെ ഇന്ന് ദുബായിലെ ക്രീക്കിലുള്ള ഒരു ബോട്ട് യാത്രക്കുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളെല്ലാം പുറപ്പെട്ടിട്ടുള്ളത്. ബോട്ടിനകത്ത് വെച്ച് അഫുവിൻ്റെയും റിഫുവിൻ്റെയും പഞ്ചപിടുത്തം, കൂടാതെ നല്ല അറബിക് മ്യൂസിക്കോട് കൂടിയിട്ടുള്ള നൃത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നല്ല ഫുഡും ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2-2.5 മണിക്കൂറുള്ള യാത്ര വളരെ രസകരവും ആനന്ദകരവുമായിരുന്നു. നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ദുബായിലുള്ള ക്രീക്കിൻ്റെ അടുത്തേക്ക് എത്തി. ഞങ്ങളവിടെ വണ്ടി സൈഡാക്കി. ഞങ്ങൾ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോൾ 7:30 മണിക്കാണ് ബോട്ട് യാത്ര ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. അത് പെർ ഹെഡിന് 35 ദിറംസാണ് അവർ ഈടാക്കുന്നത്. ഫുഡടക്കം 35 ദിറംസ് പെർ ഹെഡ്. അത് കുട്ടികൾക്കും അതേ റേറ്റ് തന്നെയാണ് ഈടാക്കുന്നുള്ളത്. അപ്പോൾ 7:30 മണി നമ്മളിപ്പോൾ ഏകദേശം ഒരു 5-5:30 മണിയായി കാണും. അപ്പോൾ 1-2 ബോട്ടുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ പല റേറ്റാണ്. ചിലതിൽ 70, 100, 60 അങ്ങനെ പെർ ഹെഡ് വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 35 ദിറംസിന് ഞങ്ങൾക്കുള്ള ഒരു നില ഞങ്ങൾ ഏതായാലും ബുക്ക് ചെയ്തിട്ടു. അപ്പോൾ അങ്ങനെ അതിലേക്ക് 7:30 മണിക്കാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീടിൽ കുറച്ച് സമയം കറങ്ങി ചുറ്റുഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇതാണ് നമ്മളേതായാലും ബുക്ക് ചെയ്തിട്ടുള്ള ബോട്ട്. ഇതാണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മേൽഭാഗത്തും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ താഴെയുള്ള ഇരിക്കാനാണ് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടികളുണ്ടാകുമ്പോൾ കുറച്ചും കൂടി സേഫ് താഴെയാണെന്ന് പറഞ്ഞു. അങ്ങനെ താഴെ അവർ തന്നെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം കപ്പിൾസിനും ഫാമിലിക്കൊക്കെ സെപ്പറേറ്റ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ബോട്ടിനകത്ത് ഡാൻസ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ജോർദാനിയൻ യുവാവിനെയാണ്. കരയിൽ നിന്ന് ബോട്ട് മെല്ലെ നീങ്ങി തുടങ്ങി. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ആ അറബിക് മ്യൂസിക് തൽക്കാലം കട്ട് ചെയ്യുകയാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ഇട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആസ്വദിക്കാം. ഒരുപാട് കളിസാധനങ്ങളുമായിട്ട് എല്ലാവരെയും സമീപിക്കാറുണ്ടായിരുന്നു.